തിരഞ്ഞെടുപ്പ് പ്രചാരണമെല്ലാം സോഷ്യൽ മാധ്യമങ്ങളിൽ സജീവമാണ്. പലപ്പോഴും വാട്സപ്പ് ഗ്രൂപ്പ് വഴിയാണ് ഇപ്പോൾ സ്ഥാനാർത്ഥിയുടെ ചിത്രങ്ങളും അതോടൊപ്പം തന്നെ വീഡിയോസ് എല്ലാം ഷെയർ ചെയ്യുന്നത്. ഇതിനോടൊപ്പം തന്നെ സോഷ്യൽ മാധ്യമങ്ങളിൽ നമ്മൾ സജീവമാകുമ്പോൾ തട്ടിപ്പ് വീരന്മാരും ഒരു മൂലയ്ക്ക് നിന്ന് ആസൂത്രണം ചെയ്യുന്നത് എങ്ങനെ പണം തട്ടാമെന്ന്. പലപ്പോഴും നമ്മുടെ വാട്സപ്പ് ഗ്രൂപ്പ് വഴി വരുന്ന ഡോക്യുമെൻ്റ് ഫയലുകളും ലിങ്കുകളും നമ്മൾ ഓപ്പൺ ചെയ്യുമ്പോൾ സംഭവിക്കുന്നത് നമ്മുടെ അക്കൗണ്ടിലെ പണം നഷ്ടമാകുന്നതിനൊപ്പം നമ്മുടെ വാട്സപ്പ് പോലുള്ള സോഷ്യൽ മാധ്യമങ്ങൾ തട്ടിപ്പ് വീരൻ കൈക്കലാക്കുന്നു. പിന്നീട് ഇയാളുടെ കൈക്കലായിരിക്കും ഇതിൻ്റെ കൺട്രോൾ മുഴുവൻ. അത്തരത്തിൽ നമ്മൾ തട്ടിപ്പിനിരയായാൽ എന്താണ് നാം ചെയ്യേണ്ടത്? അതാണ് നമ്മൾ ഇന്ന് ഇവിടെ പരിശോധിക്കുന്നത്. നമ്മുടെ മൊബൈൽ ഫോണുകളിൽ നമ്മളെല്ലാവരും വാട്സാപ്പ് ഉപയോഗിക്കുന്നവരാണ്. അപ്പോൾ ഇപ്പോൾ കൂടുതലായിട്ട് ഒരു സൈബർ തട്ടിപ്പ് നടക്കുന്നതെന്ന് പറഞ്ഞാൽ വാട്സാപ്പിൽ നമുക്കൊരു ആപ്ലിക്കേഷൻ APK ഫയലായിട്ടൊരു മെസ്സേജ് വരുന്നു. ഒരു അൺനോൺ നമ്പറിൽ നിന്നായിരിക്കും വരുന്നത്. അപ്പോൾ നമ്മളത് ഓപ്പൺ ചെയ്യുമ്പോൾ തന്നെ ഒരു APK എന്നും പറഞ്ഞ് അപ്പോൾ തന്നെ ഡൗൺലോഡ് ബട്ടണാണ് കാണുന്നത്. നമ്മളറിയാണ്ട് ആദ്യം തന്നെ അതിനകത്ത് ഡൗൺലോഡ് ബട്ടൺ ക്ലിക്ക് ചെയ്യുന്നു. ആ APK ഫയൽ അപ്പം തന്നെ നമ്മുടെ ഫോണിൽ ഡൗൺലോഡ് ആവുന്നതോടുകൂടി നമ്മുടെ ഫോണ് അവർ ഹാക്ക് ചെയ്യുകയാണ് ചെയ്യുന്നത്. ഇപ്പോൾ APK മറ്റേ മോട്ടോർ വെഹിക്കിളിൻ്റെ പേരിലാവാം, വേറെ പല ഇതിൻ്റെ പേരിൽ APK ഫയലുകൾ വരുന്നുണ്ട്. അപ്പോൾ ഒത്തിരി പേരുടെ അതുപോലെ നമ്മളത് ഡൗൺലോഡ് ചെയ്യുന്നതോടുകൂടി തന്നെ നമ്മുടെ ഫോണിൻ്റെ വാട്സാപ്പിൻ്റെ കൺട്രോൾ പിന്നെ അവർക്കാണ് ഏറ്റെടുക്കുന്നത്. അപ്പോൾ നമ്മൾ ഈ വാട്സാപ്പ് നമ്മുടെ ഫോണിൽ നിന്ന് മെസ്സേജ് പോകുന്നതായിട്ട് നമ്മുടെ സുഹൃത്തുക്കൾക്കും നമ്മുടെ ഗ്രൂപ്പുകളിൽ എല്ലാം നമ്മൾ ഈ വാട്സാപ്പ് ആപ്ലിക്കേഷൻ ഫയൽ തന്നെ നമ്മൾ ഫോർവേഡ് ചെയ്യുന്നതായിട്ട് അവർ ഫോർവേഡ് ചെയ്യും. അവരുടെ ഫോണിലും ഈ സാധനം അവർ ഇൻസ്റ്റാൾ ആവുന്നു, അവരുടെ ഫോൺ ഹാക്ക് ചെയ്യുന്നു. അങ്ങനെ കൂടുതൽ ഹാക്കിങ് ചെയ്തിട്ട് അവർ നമ്മുടെ സുഹൃത്തുക്കളോടൊക്കെ പൈസ, ഇപ്പം ഞാനിങ്ങനെ പെട്ടെന്ന് ഒരു അത്യാവശ്യത്തിന് നിൽക്കുകയാണ്, പൈസ ആവശ്യമുണ്ട്, പെട്ടെന്നൊരു 5000 രൂപ ഇട്ട് തരാമോ, അങ്ങനെയൊക്കെ പൈസകൾ ഒരുപാട് ചോദിച്ച് ഒരുപാട് തട്ടിപ്പുകൾ നടക്കുന്നുണ്ട്. അപ്പോൾ നമ്മുടെ സുഹൃത്തുക്കൾ ചോദിക്കുന്നതുകൊണ്ട് നമ്മൾ പൈസ ഇട്ട് കൊടുക്കുകയും ചെയ്യും. അപ്പോൾ ഏറ്റവും ശ്രദ്ധിക്കേണ്ടത് നമ്മുടെ വാട്സാപ്പ് സെക്യൂരിറ്റി ആക്കി വയ്ക്കുക എന്നുള്ളതാണ് ഇതിനകത്ത് ചെയ്യാനുള്ളത്. ഒന്നാമത് ചെയ്യേണ്ടത് വാട്സാപ്പിൽ തന്നെ സെക്യൂരിറ്റിയിൽ 2 ഫാക്ടർ ഒതൻറ്റിഫിക്കേഷൻ എന്ന് പറയുന്ന ഒരു ഓപ്ഷൻ ഉണ്ട്. അതായത് നമ്മുടെ ആപ്പ് വാട്സാപ്പ് നമ്മൾ സാധാരണ ഫിംഗറിൽ ഓപ്പൺ ചെയ്യുന്നത് കൂടാതെ വേറൊരു പാസ്വേഡ് കൂടി അടിച്ചാൽ മാത്രമേ അത് ഓപ്പൺ ആവുകയുള്ളൂ, ഈ 2 ഫാക്ടർ ഒതൻറ്റിഫിക്കേഷൻ സെക്യൂരിറ്റി ഇട്ട് കൊടുത്തു കഴിഞ്ഞാൽ. അപ്പോൾ അത് വേറെ ഒരു അവർ ഇത് ഹാക്ക് ചെയ്യാൻ ശ്രമിക്കുമ്പോൾ അവർക്ക് ഈ പാസ്വേഡ് അടിച്ചാൽ മാത്രമാണ് അവർക്ക് ആ വാട്സാപ്പ് അവരുടെ ഫോണിലേക്ക് ഹാക്ക് ചെയ്യാൻ പറ്റുള്ളൂ. അപ്പോൾ ഈ 2 ഫാക്ടർ സെക്യൂരിറ്റി പാസ്വേഡ് ഉണ്ടെങ്കിൽ ഒരിക്കലും അവർക്കത് ഹാക്ക് ചെയ്യാൻ പറ്റില്ല. അപ്പോൾ എല്ലാവരും നമ്മുടെ ഫോണിൽ ആ വാട്സാപ്പിന് ആ 2 ഫാക്ടർ ഒതൻറ്റിഫിക്കേഷൻ ആക്റ്റീവാക്കി ഇടുകയാണെങ്കിൽ ഒരിക്കലും നമ്മുടെ വാട്സാപ്പ് ഹാക്കാവില്ല. പിന്നെ ഇനി അങ്ങനെ ഹാക്കായി നമ്മുടെ ഫോൺ ഹാക്കായി എന്ന് വിചാരിക്കുക വാട്സാപ്പ്. അപ്പോൾ നമുക്ക് ചെയ്യാൻ പറ്റുന്നത് ആദ്യം നമ്മുടെ വാട്സാപ്പ് ഫോണിലെ എല്ലാ ഡേറ്റയും ബാക്കപ്പ് ചെയ്ത് വെച്ചിട്ട് ഈ വാട്സാപ്പ് അൺഇൻസ്റ്റാൾ ചെയ്യുക. എന്നിട്ട് വീണ്ടും ഇൻസ്റ്റാൾ ചെയ്ത് നോക്കുക. അപ്പോൾ ചിലപ്പോൾ നമുക്ക് വാട്സാപ്പ് റിക്കവറായി കിട്ടും. ഇനി എന്നിട്ടും റിക്കവർ ആവുന്നില്ലെങ്കിൽ നമുക്ക് വാട്സാപ്പ് കമ്പനിയുടെ ഒരു ഹെൽപ്പ് ഡെസ്കിൻ്റെ ഒരു ലിങ്ക് ഉണ്ട്. ആ ലിങ്കിൽ നമ്മൾ കയറിയിട്ട് നമ്മുടെ ഈ കംപ്ലയിൻറ്റ് രജിസ്റ്റർ ചെയ്യുക. അപ്പോൾ വാട്സാപ്പ് കമ്പനി നമ്മുടെ ഈ വാട്സാപ്പിൻ്റെ അവരുടെ ഹാക്കിങ് ഒരു 2-3 ദിവസം ചിലപ്പോൾ എടുക്കും. അത് നമുക്ക് റിക്കവർ ചെയ്ത് തരാനുള്ള അങ്ങനെ ഒരു ഓപ്ഷനുണ്ട്. അത് നമുക്ക് അറിയാൻ വേണ്ടി നമ്മുടെ സൈബർ സെല്ലോ അല്ലെങ്കിൽ നമ്മുടെ അടുത്തുള്ള പോലീസ് സ്റ്റേഷനിൽ നമ്മൾ ഈ വാട്സാപ്പ് ഹാക്കായ പരാതിയുമായി ചെല്ലുമ്പോൾ അവർ അത് സഹായിക്കുന്നതാണ്. വാട്സാപ്പിൽ വരുന്ന ആപ്ലിക്കേഷൻ ഫയൽ മാത്രമല്ല തട്ടിപ്പിലുള്ളത്, കൂടുതലായിട്ട് ലോൺ ആപ്പ് നമ്മുടെ മൊബൈലുകളിൽ നമുക്ക് എളുപ്പത്തിൽ ലോൺ കിട്ടുമെന്നും പറഞ്ഞ് പ്ലേ സ്റ്റോറിൽ ഒരുപാട് ലോൺ ആപ്പുകളുണ്ട്. അതൊന്നും ഓതറൈസ്ഡ് അല്ല. നമ്മൾ ഈ ലോൺ ആപ്പ് നമ്മൾ ഇൻസ്റ്റാൾ ചെയ്യുന്നതോടുകൂടി നമ്മുടെ ഫോൺ അവർ കുറേ പെർമിഷൻ ചോദിക്കും. അത് നമ്മളെല്ലാം എസ് കൊടുത്താലാണ് ഈ ലോൺ ആപ്പുകൾ ഇൻസ്റ്റാൾ ആവുള്ളൂ. ഈ എസ് കൊടുക്കുന്നതോടുകൂടി നമ്മുടെ ഫോണ് അവർ ഹാക്ക് ചെയ്ത് കഴിഞ്ഞു. നമ്മുടെ ഫോണിലുള്ള ഡേറ്റ മുഴുവൻ അവരെടുക്കും. പിന്നെ അവർ നമുക്ക് ഭീഷണിയാണ്. നമ്മുടെ ഫോട്ടോകൾ ഫോണിലുള്ളത് അവർ മോർഫ് ചെയ്തിട്ട് ന്യൂഡ് ഫോട്ടോകൾ അയച്ചിട്ട് പറയും, ഇത് നിങ്ങളുടെ സുഹൃത്തുക്കൾക്ക് ഈ ഗ്രൂപ്പുകളിൽ ഞങ്ങൾ അയക്കും, അപ്പോൾ അല്ലെങ്കിൽ ഇത്ര രൂപ ആവശ്യപ്പെടും, അപ്പോൾ നമ്മളിത് ഫോട്ടോ അയക്കാതിരിക്കാൻ വേണ്ടി പൈസ ഇട്ട് കൊടുക്കും. അങ്ങനെ ഒത്തിരി പരാതികൾ വരുന്നുണ്ട്, നിരവധി ഡെയിലി സ്റ്റേഷനുകളിൽ വന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ശ്രദ്ധിക്കേണ്ടത്
ലോൺ ആപ്പ് വഴി ഒരിക്കലും ലോൺ എടുക്കരുത്. നമുക്ക് ലോൺ ആവശ്യമുണ്ടെങ്കിൽ നമ്മൾ ഓതറൈസ്ഡ് ബാങ്കുകളുണ്ട്, അല്ലെങ്കിൽ ഫിനാൻസ് സ്ഥാപനങ്ങളുണ്ട്, അവിടെയൊക്കെ ചെന്നാലാണ് ലോൺ കിട്ടുള്ളൂ. ലോൺ ആപ്പ് എന്ന് പറഞ്ഞാൽ അവരിരിക്കുന്നത് തന്നെ നമ്മളെ തട്ടിപ്പിൽ പെടുത്താനും നമ്മുടെ കാശുകൾ ഒരിക്കാനുമാണ് ലോൺ ആപ്പ്. പിന്നെ ഉള്ളതാണ് ഒരു ടെലഗ്രാം ആപ്പ് വഴി ട്രേഡിംഗ് നടത്തി ഒരുപാട് ലാഭം ഉണ്ടാക്കാമെന്ന് പറഞ്ഞു. ഏറ്റവും കൂടുതൽ വരുന്ന തട്ടിപ്പുകളിലൊന്നാണത്. ടെലഗ്രാമിൽ ട്രേഡിങ്, സ്റ്റോക്ക് എക്സ്ചേഞ്ചിൽ അവർ തന്നെ ഇൻവെസ്റ്റ് ചെയ്ത് ലാഭം തരാമെന്ന് പറയും. നമ്മളപ്പോൾ ടെലഗ്രാമിൽ കാണുന്ന ലിങ്കിൽ ക്ലിക്ക് ചെയ്തു അവർ പറയുന്ന വർക്ക് എടുത്ത് പൈസകൾ കൊടുക്കുക. അവർ പറയും 10,000 രൂപയുടെ വർക്ക് എടുത്താൽ നിങ്ങൾക്ക് 15,000 രൂപയ്ക്ക് ലാഭം ഉണ്ടാക്കാം. അപ്പോൾ നമ്മൾ 10,000 രൂപ അവർക്ക് അയച്ചു കൊടുത്തിട്ട് ഈ വർക്ക് എടുക്കും. വർക്ക് എടുത്ത് ചെയ്ത് കഴിയുമ്പോൾ നമ്മുടെ ഒരു അക്കൗണ്ടിൽ ഇങ്ങനെ ഈ പൈസ കയറുന്നതായിട്ട് അവരുടെ ഒരു ടേബിളിൽ കാണിക്കും. പക്ഷെ നമ്മുടെ അക്കൗണ്ടിൽ പൈസ കയറുന്നില്ല. അപ്പോൾ അവർ പറയും ഈ പൈസ നിങ്ങളുടെ അക്കൗണ്ടിൽ വരണമെങ്കിൽ നിങ്ങളിപ്പോൾ ഇത്ര രൂപ അങ്ങോട്ട് അടച്ചാൽ മതി, അപ്പോൾ ഒരുമിച്ച് ഇങ്ങോട്ട് കയറുന്നു. അങ്ങനെ നമ്മൾ വീണ്ടും പൈസ ഇട്ട് അവർ നമ്മുടെ മാക്സിമം പൈസ തട്ടിച്ചെടുക്കുക എന്നുള്ള ഒറ്റ ഇതേ ഉള്ളൂ. സാധാരണ ഷെയർ ട്രേഡിങ് ടെലഗ്രാമിലൊന്നും വഴി ചെയ്താൽ നമുക്ക് അതിന് ഓതറൈസ്ഡ് ആയിട്ടുള്ള ഏജൻസികളുണ്ട്, അല്ലെങ്കിൽ നമുക്കറിയാമെങ്കിൽ സ്റ്റോക്ക് എക്സ്ചേഞ്ചിനുള്ള പ്രത്യേക സൈറ്റുകളുണ്ട്, അതുവഴി മാത്രം ചെയ്യുക. ഒരുപാട് സൈബർ തട്ടിപ്പുകൾ ഇപ്പം നടക്കുന്നുണ്ട്. നമ്മൾ ശ്രദ്ധിച്ചില്ലെങ്കിൽ നമ്മുടെ പൈസയോ നമ്മുടെ അക്കൗണ്ട് മുഴുവൻ അവർ ലൂട്ട് ചെയ്തെടുത്തുകൊണ്ട് പോകും. ഏറ്റവും ശ്രദ്ധിക്കേണ്ടത് നമ്മൾ സെക്യൂർ ആയിട്ടിരിക്കുക എന്നുള്ളതാണ്. നമ്മൾ ആവശ്യമില്ലാത്ത ലിങ്കുകളിൽ ക്ലിക്ക് ചെയ്യാതിരിക്കുക. ആവശ്യമില്ലാത്ത മെസ്സേജുകൾ വരുമ്പോൾ അത് ഒന്ന് ശ്രദ്ധിച്ചിട്ട് വേണം ഓപ്പൺ ചെയ്യാൻ. ഒരു ക്ലിക്ക് മതി, ഒരു ലിങ്ക് വന്നു അതിനകത്ത് ക്ലിക്ക് ചെയ്താൽ മതി, അപ്പം തന്നെ ഫോൺ ഹാക്കാവും. നമ്മുടെ OTP നമുക്ക് വരാതെ തന്നെ അവരെടുക്കും. അങ്ങനെ നമ്മുടെ അക്കൗണ്ടിലുള്ള പൈസകൾ ട്രാൻസാക്ഷൻ നടത്തി അപ്പം തന്നെ അവർ അത് ട്രാൻസ്ഫർ ചെയ്തെടുക്കുക. അങ്ങനെയാണ് കൂടുതൽ തട്ടിപ്പുകൾ നടന്നത്. ഈ തട്ടിപ്പുകൾ നടത്തി നമ്മൾ ഇതിൻ്റെയൊക്കെ ഉറവിടം അന്വേഷിച്ച് ചെല്ലുമ്പോൾ UP, രാജസ്ഥാൻ അങ്ങനെ പല അതർ സ്റ്റേറ്റുകളിലാണ് ഈ അക്കൗണ്ടുകൾ ഉള്ളത്. ഈ അക്കൗണ്ടുകളുടെ ഉടമകൾക്ക് പോലും അറിയില്ല ഇങ്ങനെ അക്കൗണ്ടുകൾ ഉണ്ടെന്ന്. അത് വേറെ ആൾക്കാരുടെ ID വെച്ചിട്ട് അക്കൗണ്ട് ഓപ്പൺ ചെയ്തിട്ട് തട്ടിപ്പുകാരാണ് അത് ഓപ്പറേറ്റ് ചെയ്യുന്നത്. അപ്പോൾ നമ്മൾ കൂടുതൽ സുരക്ഷിതരായിട്ടിരിക്കുക. നമ്മൾ ശ്രദ്ധിച്ചാൽ നമ്മുടെ ഒരിക്കലും സൈബർ തട്ടിപ്പിൽ പെടില്ല. നമ്മൾ ഒന്ന് ആലോചിച്ചിട്ട് വേണം ഒരു ലിങ്കിൽ കയറാനോ ഒരു സൈറ്റിൽ. ഫേസ്ബുക്ക്, ഇൻസ്റ്റാഗ്രാം ഒക്കെ ഒരുപാട് പരസ്യങ്ങൾ, സാധനങ്ങൾ വില കുറച്ച് കിട്ടും. അപ്പോൾ iPhone 6,000 രൂപയ്ക്ക് തരും. അങ്ങനെയൊക്കെ ഒത്തിരി വിലക്കുറവ് കാണുമ്പോൾ തന്നെ നമ്മളത് ശ്രദ്ധിക്കണം. അതൊക്കെ തട്ടിപ്പാണ്. കാരണം അങ്ങനെ ഒരിക്കലും കിട്ടില്ല. ഇത് നമ്മുടെ പൈസ കളയാനുള്ളതാണ്. നമ്മൾ പൈസ കൊടുക്കും, ഡെലിവറി ആവില്ല. പിന്നെ താമസിക്കുമ്പോൾ ചോദിക്കുമ്പോൾ കൊറിയർ ചാർജ് വീണ്ടും പൈസ അടയ്ക്കാൻ പറയും. വീട്ടിൽ ചോദിക്കുമ്പോൾ പറയും GST ഇത്ര അടയ്ക്കാൻ പറയും. അങ്ങനെ ഒത്തിരി സ്ഥിരം സൈബർ കംപ്ലൈൻറ്റുകൾ വന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ കൂടുതലായിട്ട് നമ്മൾ ശ്രദ്ധിക്കുക. നമ്മുടെ ഫോണുകൾ സെക്യൂരിറ്റി ആക്കി വയ്ക്കുക. ബാക്കിയുള്ള പരസ്യങ്ങളിലൊന്നും വീഴാതിരിക്കുക. ലോണുകൾ എടുക്കുന്നത് ഓതറൈസ്ഡ് ആയിട്ടുള്ള സ്ഥാപനങ്ങളിൽ നിന്ന് എടുക്കുക. ലോൺ ആപ്പ് അങ്ങനെയൊന്നും, അതെല്ലാം തട്ടിപ്പാണ്. അപ്പോൾ അതാണ് നമ്മൾ ശ്രദ്ധിക്കേണ്ടത്. കൂടുതൽ സൈബർ സെക്യൂർ ആയിട്ടിരിക്കുക. ഈ വാക്കുകൾ നമ്മൾ കൃത്യമായി പാലിക്കണം. അല്ലെങ്കിൽ പണം നഷ്ടമാകുന്നതിനൊപ്പം മാനഹാനിക്കും ക്ഷതമേൽക്കാൻ സാധ്യതയേറെയാണ്. ബിനീഷ് ആന്റണി, കേരള വിഷൻ ന്യൂസ്, ഇടുക്കി.